ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു പർച്ചേസിന് വേണ്ടി ഇറങ്ങിയതാട്ടോ. ജാംജുമിൽ എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു. നമ്മുടെ ദോശയുടെ പാനിൻ്റെ ഭാഗം നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ യൂസ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ പുതിയൊരു പാൻ വാങ്ങണം. അപ്പം അങ്ങനെ മരത്തിൻ്റെ ഒരു ചട്ടകം അങ്ങനെ 1-2 സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ പോയിട്ട് പിന്നെ എല്ലാം പർച്ചേസും കഴിഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. ഏകദേശം ഒരു 7 മണിക്ക് പോയിട്ട് പിന്നെ 10 മണി വരെയായി അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേനും. ഇത് ചെല്ലട കേട്ടോ. ഇവിടെ എപ്പോഴും മിസ്സാവുന്ന സംഭവമാണ് ചെല്ലടയുടെ തട്ട്. അപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ചെല്ലട കണ്ടപ്പോൾ അതും കൂടി അങ്ങനെ മേടിച്ചു. പിന്നെ ഈ പാത്രത്തിൻ്റെ ഈ ഒരു സെറ്റിന് 2 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ലാഭമാണെന്ന് തോന്നിയൊരു 8 പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു അതിനുള്ളിൽ. അങ്ങനെ ഞങ്ങൾ മുകളിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് താഴെ എത്തി. തിന്നാനുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നവൾ, പിന്നെ നമുക്ക് വേണ്ട പഞ്ചസാര പൊടികൾ കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ നേരെ ഞങ്ങൾ പിന്നെ പച്ചക്കറി സെക്ഷനിലേക്ക് എത്തി. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടിൽ എനിക്ക് തോന്നുന്നു ജാംജുമിലാകുമ്പോൾ കുറച്ചുകൂടി നല്ല ഫ്രഷ് സാധനങ്ങളും പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എത്ര വെച്ചാൽ ഇപ്പോൾ 2 ആണെങ്കിൽ അതങ്ങനെ തൂക്കി അങ്ങനെ എടുത്ത് തരും കേട്ടോ. അതിൻ്റെ ഒരു ഗുണം. അത് ഞാൻ ബിച്ചൂട്ടിന് പാല് കുടിക്കുന്നുണ്ട്. അപ്പോൾ അതിലവന് ബൂസ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ബൂസ്റ്റ് എടുത്തതാണ്. പിന്നെ സ്ഥിരം അവളുടെ പരിപാടി യോഗട്ട്. ശരിക്കും നമ്മൾ മക്കൾക്ക് ദിവസം ഓരോ യോഗട്ടൊക്കെ കൊടുക്കണം എന്നാണ് പറയുക. പക്ഷെ നമ്മളെ കൊണ്ട് അങ്ങനെ ഡെയിലി മേടിക്കാൻ പോകാനൊന്നും നമുക്ക് പറ്റാറില്ല. അപ്പോൾ പോകുമ്പോഴൊക്കെ ഓരോന്ന് മേടിച്ചു കൊടുക്കും. പിന്നെ പച്ചക്കറി നമ്മുടെ ആവശ്യത്തിനുള്ള തിരഞ്ഞെടുത്ത് എടുക്കുമായിരുന്നു കേട്ടോ. കുറച്ച് ദിവസം ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയ കാരണം അങ്ങനെ പച്ചക്കറി എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ളത് ഇങ്ങനെ നോക്കിയെടുക്കുമായിരുന്നു. അങ്ങനെ ഒരുവിധം പർച്ചേസൊക്കെ കഴിഞ്ഞു. 2 ഇത് നിറച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10 രൂപയുടെ പുറത്തായി. കാരണം പാത്രങ്ങൾ അത്യാവശ്യം നല്ലോണം എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ അത്ര ചാർജ് ആയത്. അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു 4000 രൂപയ്ക്ക് ഒരു മാസം പോവാറുണ്ട് അങ്ങനെ വാങ്ങുമ്പോൾ. ഒന്നെങ്കിൽ അവിടെ നിന്ന് വാങ്ങും അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങും. അങ്ങനെ ഞങ്ങൾ പുതിയൊരു കട തുടങ്ങിയിട്ട് പറയാം. ഞാനതാണ് കേറണല്ല വരണം തരൂല പോണ്ടട്ടോ. ഞാൻ ഉദ്ഘാടനം പറഞ്ഞിട്ടില്ല. സാധനം കുറച്ച് വാങ്ങണേ. ബില്ലോ ഇത്ര പൈസ 82,000 ഡാൻസ് ക്ലാസ് തുടങ്ങാൻ അടുത്ത മാസം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ അത്യാവശ്യം നല്ലോണം കൂപ്പൺസ് അത് എഴുതിയിടാണ്ടായിരുന്നു. അത് എഴുതലൊരു ടാസ്ക്കാണ്. കുറച്ച് അവൾ എഴുതി, പിന്നെ അവൾ നേരെ എൻ്റെ കയ്യിൽ തന്നു. അത്യാവശ്യം നല്ല കൂപ്പൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ അവൾ എഴുതി മടുത്തപ്പോൾ അവൾ എനിക്ക് തന്നു കേട്ടോ. അപ്പോൾ ഞാനും കുറച്ച് എഴുതി വെച്ചു. അപ്പോഴത്തേനും ഞാൻ ഇബ്രാഹിം കാക്കാൻ്റെ അടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു വരാൻ പറഞ്ഞിട്ട്. കാരണം വണ്ടിയിൽ സ്കൂട്ടിയിൽ ഒന്നിച്ച് പോരാൻ പറ്റില്ല. അപ്പോൾ കാക്ക വന്നിട്ടുണ്ടായിരുന്നു. കാക്ക ഒരു 10 മിനിറ്റ് കയറുന്നപ്പോഴത്തേനും എത്തി. അപ്പോഴത്തേനും ഇവൾ നിഹാലും മറ്റേ നമ്മുടെ ഹനാൻഷിയൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഹനാൻഷിയോട് സംസാരിക്കാനല്ല, നിഹാൽക്കയുടെ ഫാനാണ് കേട്ടോ ആയില്ല. അപ്പോൾ അത് കണ്ടു. സംസാരിക്കാനൊന്നും പോയില്ല. കുറച്ച് നേരം അവരവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് അവരെങ്ങനെ കണ്ട് സംസാരിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക്, കുറച്ച് അത്യാവശ്യം നല്ല സമയമായിട്ടുണ്ട്. അപ്പോൾ വേഗം പോട്ടെ. ബിച്ചൂട്ടൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അവൻ്റെ ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മിനർവ പഠിക്കലാണ് കേട്ടോ ആളുടെ ഷോപ്പ് വരുന്നത്. അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളിതുവരെ പോയിട്ടില്ല, പോയി നോക്കണം. അപ്പം ഇനി വീട്ടിലേക്ക് പോട്ടെ. റോട്ടിലധികം നല്ല തിരക്കൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല സമയമായത് കാരണം നമുക്കിങ്ങനെ രാത്രി എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പോകണമെങ്കിലോ അങ്ങനത്തെ വാങ്ങാൻ പോകാനെങ്കിലോ ഒന്നും വാങ്ങണമെങ്കിലൊക്കെ ഞാൻ അങ്ങനെ പോകാറുണ്ട് കേട്ടോ. മോളെയും കൂട്ടിയിട്ട് പോവും. നമ്മൾക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിലമ്പൂർ കൂടെ പോകണമെങ്കിലൊക്കെ. അതാണ് എനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ള കാര്യം. പിന്നെ എന്നെ അങ്ങനെ പോകുന്നതിന് എന്നാണെങ്കിലും മോളെയും കൂട്ടി പോണതിനൊന്നും അധികം അങ്ങനെ പറയാറൊന്നുമില്ല. അപ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും കരുതുണ്ടാവും എപ്പോഴും ഈ രാത്രി തന്നെയാണ് പർച്ചേസ്. കാരണം പകൽ ഫുള്ള് ഓരോ തിരക്ക് കാരണം പിന്നെ രാത്രിയൊക്കെ ആവും. സന്ധ്യയ്ക്ക് പോയതാണ്, പക്ഷെ ഇത്രയും സമയം ആയതാണ്. ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. കാക്കി എത്തിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കണം. അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.